ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവി ഇതൊക്കെയാണ്. എന്നാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന പല ആളുകളും ഉണ്ട്. ഇവർക്കൊക്കെയുള്ള ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻസറാണ്, ഓരോ ദിവസവും നിങ്ങൾ മെച്ചപ്പെടുത്താൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ ഇയർ വളരെ വലിയ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ പറയുന്നത് എന്ന്. എന്നാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആർക്കും തന്നെ സക്സസ് എന്ന് പറയുന്ന കാര്യം ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയതല്ല. ഒരു രാത്രി കൊണ്ട് ആർക്കും തന്നെ സക്സസ് ആവാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് ദിവസത്തെ ഹാർഡ് വർക്ക് ഉണ്ട്. സോ ഇതുപോലെ നമ്മളും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ 1% എന്ന് പറയുന്നത് ആരെക്കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഓരോ ദിവസങ്ങൾക്കും കഴിയും. അതായത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അവസൽസിന് വേണ്ടിയിട്ട് നമ്മൾ 1% മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇത് സിമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ എന്നാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് പരാജയത്തെ നമ്മളൊരു പാഠമാക്കിയെടുക്കുക. ഇപ്പോൾ ഫെയിലേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. കാരണം ഒരു പരാജയം സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു ലെസൺ ആക്കി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വീണ് കഴിഞ്ഞാൽ അവിടെ തളർന്നു കിടക്കാതെ എഴുന്നേറ്റ് മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ഒരു ഗ്യാപ്പ് വരാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞ 1% മാത്രമാണ് ഓരോ ദിവസവും നമ്മൾ ചേഞ്ച് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്യുന്നത്. സോ നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓരോ ദിവസവും ഒരു 5 മിനിറ്റ് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതുപോലെ ഒരു 5 മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുക. ഇതൊക്കെ ഒരു കുഞ്ഞു ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല, പക്ഷേ അറ്റ് ദ എൻഡ് അതൊരു വലിയ ചേഞ്ച് ആയിരിക്കും. നെക്സ്റ്റ് വൺ, നിങ്ങൾ ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പാരിസൺ എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു തോട്ടാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്കുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതായത് പഴയ നമ്മളെ മെച്ചപ്പെടുത്തി പുതിയതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മളുമായിട്ടാവണം, അല്ലാതെ മറ്റുള്ളവരുമായിട്ടല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നമുക്ക് വലിയ മാറ്റങ്ങളാണ് വേണ്ടത്, പക്ഷെ അതിനു വേണ്ടി ഒരുപാട് വലിയ ശ്രമങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ടതായിട്ടില്ല. ഷോർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.